PSC പഠനമുറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ, നിയമങ്ങൾ, സിദ്ധാന്തങ്ങൾ എന്നതിൻ്റെ പാർട്ട് 3 ആണ് ഇന്നത്തെ ക്ലാസ്. ശ്രദ്ധിക്കുക. ഇൻഡിവിജ്വൽ മനഃശാസ്ത്രം ആവിഷ്കരിച്ചത് ആരാണ്? ആഡ്ലർ. ഇൻഡിവിജ്വൽ മനഃശാസ്ത്രം ആവിഷ്കരിച്ചത് ആഡ്ലർ ആണ്. ജർമ്മനിയിലെ ബെർലിൻ സർവകലാശാലയിൽ ആവിർഭവിച്ച മനഃശാസ്ത്ര വിഭാഗമാണ് ഗസ്റ്റാൾട്ട്. ജർമ്മനിയിലെ ബെർലിൻ സർവകലാശാലയിൽ ആവിർഭവിച്ച മനഃശാസ്ത്ര വിഭാഗം ഗസ്റ്റാൾട്ട് ആണ്. വൂണ്ടിൻ്റെയും വാട്സൻ്റെയും മനഃശാസ്ത്രത്തെ ഇഷ്ടികക്കുമ്മായ മനഃശാസ്ത്രം എന്ന് പരിഹസിച്ചത് ഗസാൾട്ട് മനഃശാസ്ത്രജ്ഞരാണ്. വൂണ്ടിൻ്റെയും വാട്സൻ്റെയും മനഃശാസ്ത്രത്തെ ഇഷ്ടികക്കുമ്മായ മനഃശാസ്ത്രം എന്ന് പരിഹസിച്ചതാരാണ്? ഗസാൾട്ട് മനഃശാസ്ത്രജ്ഞരാണ്. ലെവിൻ, ടോൾമാൻ തുടങ്ങിയ മനഃശാസ്ത്രജ്ഞരുടെ പഠന സിദ്ധാന്തങ്ങൾക്ക് അടിസ്ഥാനമായി വർത്തിച്ച മനഃശാസ്ത്ര വിഭാഗമാണ് ഗസാൾട്ട് മനഃശാസ്ത്രം. ലെവിൻ, ടോൾമാൻ തുടങ്ങിയ മനഃശാസ്ത്രജ്ഞരുടെ പഠന സിദ്ധാന്തങ്ങൾക്ക് അടിസ്ഥാനമായി വർത്തിച്ച മനഃശാസ്ത്ര വിഭാഗമാണ് ഗസാൾട്ട് മനഃശാസ്ത്രം. വാട്സന്റെ മനഃശാസ്ത്രത്തെ മസിൽ ട്വിറ്റ്ഷിസം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ടോൾമാൻ. വാട്സന്റെ മനഃശാസ്ത്രത്തെ മസിൽ ട്വിറ്റ്ഷിസം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ടോൾമാൻ ആണ്. വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്നത് വ്യത്യസ്ത മനഃശാസ്ത്ര ശാഖകളുടെ സങ്കലിതം എന്ന് വിശേഷിപ്പിച്ചത് ഓസുബെൽ. വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്നത് വ്യത്യസ്ത മനഃശാസ്ത്ര ശാഖകളുടെ സങ്കലിതം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ഓസുബെൽ. നാം മറ്റുള്ളവയിൽ ദർശിക്കുന്നത് നമ്മെ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്ര വിഭാഗമാണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം. നാം മറ്റുള്ളവയിൽ ദർശിക്കുന്നത് നമ്മെ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്ര വിഭാഗമാണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം. പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ തുടങ്ങിയ ദാർശനികർ മനഃശാസ്ത്രത്തെ വ്യാഖ്യാനിച്ചത് ആത്മാവിൻ്റെ ശാസ്ത്രീയമായാണ്. പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ തുടങ്ങിയ ദാർശനികർ മനഃശാസ്ത്രത്തെ വ്യാഖ്യാനിച്ചത് ആത്മാവിൻ്റെ ശാസ്ത്രമായാണ്. മനഃശാസ്ത്രത്തെ മനസ്സിൻ്റെ ശാസ്ത്രമെന്ന് നിർവചിക്കാമെന്ന് നിർദ്ദേശിച്ചവരിൽ പ്രമുഖനാണ് കാന്റ്. മനഃശാസ്ത്രത്തെ മനസ്സിൻ്റെ ശാസ്ത്രം എന്ന് നിർവചിക്കാമെന്ന് നിർദ്ദേശിച്ചവരിൽ പ്രമുഖൻ കാന്റ് ആണ്. വില്യം വൂണ്ടിൻ്റെ കാലഘട്ടം 19-ാം നൂറ്റാണ്ടാണ്. വില്യം വൂണ്ടിൻ്റെ കാലഘട്ടം 19-ാം നൂറ്റാണ്ടാണ്. വ്യവഹാരശാസ്ത്രമായി മനഃശാസ്ത്രത്തിന് പ്രചാരം നൽകിയത് വാട്സൺ. വ്യവഹാരശാസ്ത്രമായി മനഃശാസ്ത്രത്തിന് പ്രചാരം നൽകിയത് വാട്സൺ ആണ്. ആദ്യം സൈക്കോളജിക്ക് അതിൻ്റെ ആത്മാവ് നഷ്ടമായി, പിന്നെ അതിന് മനസ്സ് നഷ്ടമായി, പിന്നെ അതിന് ബോധം നഷ്ടമായി. ഇപ്പോഴും അതിന് എന്തോ തരത്തിലുള്ള വ്യവഹാരമുണ്ട്. ഇങ്ങനെ പ്രസ്താവിച്ചത് ആരാണ്? വുഡ്വർത്ത്. ആദ്യം സൈക്കോളജിക്ക് അതിൻ്റെ ആത്മാവ് നഷ്ടമായി, പിന്നെ അതിന് മനസ്സ് നഷ്ടമായി, പിന്നെ അതിന് ബോധം നഷ്ടമായി. ഇപ്പോഴും അതിന് ഏതോ തരത്തിലുള്ള വ്യവഹാരമുണ്ട്. ഇങ്ങനെ പ്രസ്താവിച്ചതാരാണ്? വുഡ്വർത്താണ്. മനഃശാസ്ത്രം ബാഹ്യലോകവുമായി സമ്പർക്കം പുലർത്തുന്ന ജീവികളുടെ വ്യവഹാരത്തിൻ്റെ ശാസ്ത്രീയ പഠനമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് കോഫ്ക. മനഃശാസ്ത്രം ബാഹ്യലോകവുമായി സമ്പർക്കം പുലർത്തുന്ന ജീവികളുടെ വ്യവഹാരത്തിൻ്റെ ശാസ്ത്രീയ പഠനമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് കോഫ്ക. മനഃശാസ്ത്രം വ്യവഹാരത്തിൻ്റെയും അനുഭവത്തിൻ്റെയും ശാസ്ത്രമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് സ്കിന്നർ. മനഃശാസ്ത്രം വ്യവഹാരത്തിൻ്റെയും അനുഭവത്തിൻ്റെയും ശാസ്ത്രമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് സ്കിന്നർ ആണ്. ആത്മവിശ്വാസത്തോടെയും തെറ്റുപറ്റുമോ എന്ന ഭയമില്ലാതെയും പഠനത്തിൽ ഏർപ്പെടുക എന്നത് ഫലപ്രദമായ ബോധന രീതിയുടെ ഒരു പ്രധാന ഘടകമാണ്. ഈ ഘടകം പ്രാവർത്തികമാക്കാതിരിക്കുന്ന സന്ദർഭമാണ് കുട്ടികളുടെ ഊഹത്തിൽ ഊന്നിയ ആശയങ്ങളും പ്രതികരണങ്ങളും നിരുത്സാഹപ്പെടുത്തൽ. ആത്മവിശ്വാസത്തോടെയും തെറ്റുപറ്റുമോ എന്ന ഭയമില്ലാതെയും പഠനത്തിൽ ഏർപ്പെടുക എന്നത് ഫലപ്രദമായ ബോധന രീതിയുടെ ഒരു പ്രധാന ഘടകമാണ്. ഈ ഘടകം പ്രാവർത്തികമാകാതിരിക്കുന്ന സന്ദർഭമാണ് കുട്ടികളുടെ ഊഹത്തിലൂന്നിയ ആശയങ്ങളും പ്രതികരണങ്ങളും നിരുത്സാഹപ്പെടുത്തൽ. ബോധനത്തിൽ നിന്ന് പഠനത്തിലേക്ക് ഊന്നൽ മാറ്റാൻ എങ്ങനെ കഴിയും? വെല്ലുവിളികൾ ഉയർത്തുന്നതും താല്പര്യം ജനിപ്പിക്കുന്നതുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കുട്ടികൾക്ക് അവസരം നൽകുക വഴി. ബോധനത്തിൽ നിന്ന് പഠനത്തിലേക്ക് ഊന്നൽ മാറ്റാൻ എങ്ങനെ കഴിയും? വെല്ലുവിളികൾ ഉയർത്തുന്നതും താല്പര്യം ജനിപ്പിക്കുന്നതുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കുട്ടികൾക്ക് അവസരം നൽകുക വഴി. ചുവടെ നൽകിയിട്ടുള്ളവയിൽ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും ആലോചിക്കാൻ പ്രേരിപ്പിക്കുന്ന ചോദ്യങ്ങൾ ഏവ? 1. ഇനി എന്താണ് പഠിക്കേണ്ടത്? 2. നിങ്ങൾ നേരിട്ട പ്രധാന വെല്ലുവിളി എന്തായിരുന്നു? അത് മറികടന്നതെങ്ങനെ? നിങ്ങൾ പുനഃപരിശോധിക്കാനോ പുനരാലോചിക്കാനോ മറ്റു രീതിയിൽ പ്രവർത്തിക്കാനോ ഇടയുള്ളതെന്ത്? അത് പരിഹരിച്ചതെങ്ങനെ? മേൽപ്പറഞ്ഞവയെല്ലാം പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും ആലോചിക്കാൻ പ്രേരിപ്പിക്കുന്ന ചോദ്യങ്ങളാണ്. എന്തൊക്കെയാണ്? ഇനി എന്താണ് പഠിക്കേണ്ടത്? അതെ, പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും ആലോചിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകമാണ്. നിങ്ങൾ നേരിട്ട പ്രധാന വെല്ലുവിളി എന്തായിരുന്നു? അത് മറികടന്നതെങ്ങനെ? നിങ്ങൾ പുനഃപരിശോധിക്കാനോ പുനരാലോചിക്കാനോ മറ്റൊരു രീതിയിൽ പ്രവർത്തിക്കാനോ ഇടയുള്ളതെന്ത്? അത് പരിഹരിച്ചത് എങ്ങനെ? എന്നിവയെല്ലാം പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും ആലോചിക്കാൻ പ്രേരിപ്പിക്കുന്ന ചോദ്യങ്ങളാണ്.
ചുവടെയുള്ള വിവരണം ഏത് വിദ്യാഭ്യാസ ശാസ്ത്രജ്ഞന് അനുയോജ്യമാകും? തൻ്റെ കഴിവിൻ്റെ പരമാവധി പഠിക്കാൻ സഹായിക്കുന്ന ഏതൊരാളുമായും നീണ്ട ചർച്ചകളിൽ ഏർപ്പെടാൻ താൽപ്പര്യമുണ്ട്. തന്നെക്കാളും നന്നായി പദപ്രശ്നങ്ങൾ ചെയ്യാൻ കഴിയുന്ന ആളുകളോടൊപ്പം മത്സരിക്കുന്നത് ആസ്വദിക്കുന്ന ആളാണ്. ചിലപ്പോഴൊക്കെ തന്നോട് തന്നെ ഉറക്കെ സംസാരിക്കുകയും മറ്റുള്ളവരും അവരുടെ ചിന്തകൾ ഇങ്ങനെ വെളിപ്പെടുത്തുന്നത് അംഗീകരിക്കുന്ന ആളുമാണ്. ആരുടെ വാക്കുകളാണ്? ഏത് വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞനാണ് അനുയോജ്യം ഈ വിവരണം? ലവ് സെമനോവിച്ച് വിഗോട്സ്കി. ആരാണ്? ലവ് സെമനോവിച്ച് വിഗോട്സ്കി. ചുവടെയുള്ള വിവരണം ഏത് വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞന് അനുയോജ്യമാവും എന്ന് പറഞ്ഞ ഒരു വിവരണം തന്നിട്ടുണ്ട്. അതെന്താണ്? തൻ്റെ കഴിവിൻ്റെ പരമാവധി പഠിക്കാൻ സഹായിക്കുന്ന ഏതൊരാളുമായും നീണ്ട ചർച്ചകളിൽ ഏർപ്പെടാൻ താൽപ്പര്യമുണ്ട്. തന്നെക്കാളും നന്നായി പദപ്രശ്നങ്ങൾ ചെയ്യാൻ കഴിയുന്ന ആളുകളോടൊപ്പം മത്സരിക്കുന്നത് ആസ്വദിക്കുന്ന ആളാണ്. ചിലപ്പോഴൊക്കെ തന്നോട് തന്നെ ഉറക്കെ സംസാരിക്കുകയും മറ്റുള്ളവരും അവരുടെ ചിന്തകൾ ഇങ്ങനെ വെളിപ്പെടുത്തുന്നത് അംഗീകരിക്കുന്ന ആളുമാണ്. ലവ് സെമനോവിച്ച് വിഗോട്സ്കിയുടെ ബന്ധപ്പെട്ട വിവരണമാണ് ഇത്. നിഗമന രീതിയുടെ സവിശേഷതയാണ് പൊതുതത്വത്തിൽ നിന്നും ഒരു പ്രത്യേക പ്രശ്നത്തിലേക്ക് എന്നത്. നിഗമന രീതിയുടെ സവിശേഷതയാണ് പൊതുതത്വത്തിൽ നിന്നും ഒരു പ്രത്യേക പ്രശ്നത്തിലേക്ക് എന്നത്. പഠനത്തിൻ്റെ ശാസ്ത്രീയ ഘട്ടങ്ങൾ എങ്ങനെയൊക്കെയാണ് വരുന്നത്? പ്രശ്നത്തെ അഭിമുഖീകരിക്കൽ, പരികൽപ്പന രൂപീകരിക്കൽ, പരീക്ഷണം രൂപകൽപ്പന ചെയ്യൽ, നിർവഹിക്കൽ, പരികൽപ്പനയെ പരീക്ഷണ ഫലവുമായി താരതമ്യം ചെയ്ത് നിഗമനം രൂപീകരിക്കൽ. ഘട്ടങ്ങളുടെ ശരിയായ ക്രമം എങ്ങനെയാണ് വരുന്നത്? ആദ്യം പ്രശ്നത്തെ അഭിമുഖീകരിക്കണം, പിന്നീട് പരികൽപ്പന രൂപീകരിക്കണം, പിന്നീട് പരീക്ഷണം രൂപകൽപ്പന ചെയ്യൽ, നിർവഹിക്കൽ, പിന്നീട് പരികൽപ്പനയെ പരീക്ഷണ ഫലവുമായി താരതമ്യം ചെയ്ത് നിഗമനം രൂപീകരിക്കൽ. ഘട്ടങ്ങളുടെ ശരിയായ ക്രമം. ഇങ്ങനെയൊക്കെയാണ് ഘട്ടങ്ങളുടെ ശരിയായ ക്രമം. പഠനത്തിൽ ശാസ്ത്രീയ ഘട്ടങ്ങളിൽ ചിലതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അവയുടെ ശരിയായ ഘട്ടം മാത്രമാണ് ഞാൻ വായിച്ചത്. ശരിയായ ഘട്ടം എങ്ങനെയാണ്? പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കൽ, പരികൽപ്പന രൂപീകരിക്കൽ, പരീക്ഷണം രൂപകൽപ്പന ചെയ്യൽ, നിർവഹിക്കൽ, പരികൽപ്പനയെ പരീക്ഷണ ഫലവുമായി താരതമ്യം ചെയ്ത് നിഗമനം രൂപീകരിക്കൽ. ഘട്ടങ്ങളുടെ ശരിയായ ക്രമമാണ് ഇത്. ഒന്നുകൂടി നോക്കാം. പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന ചിലതൊന്നുകൂടി പറയാം. ജർമ്മനിയിലെ ബെർലിൻ സർവകലാശാലയിൽ ആവിർഭവിച്ച മനഃശാസ്ത്ര വിഭാഗമാണ് ഗസ്റ്റാൾട്ട്. ഇൻഡിവിജ്വൽ മനഃശാസ്ത്രം ആവിഷ്കരിച്ചത് ആഡ്ലർ ആണ്. ലെവിൻ, ടോൾമാൻ തുടങ്ങിയ മനഃശാസ്ത്രജ്ഞരുടെ പഠന സിദ്ധാന്തങ്ങൾക്ക് അടിസ്ഥാനമായി വർത്തിച്ച മനഃശാസ്ത്ര വിഭാഗം ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രമാണ്. വാട്സന്റെ മനഃശാസ്ത്രത്തെ മസിൽ ടുഷിസം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ടോൾമാൻ ആണ്. വിദ്യാഭ്യാസ ശാസ്ത്രം എന്നത് വ്യത്യസ്ത മനഃശാസ്ത്ര ശാഖകളുടെ സങ്കലിതം എന്ന് വിശേഷിപ്പിച്ചത് ഓസു ബെൽ ആണ്. നാം മറ്റുള്ളവരിൽ ദർശിക്കുന്നത് നമ്മെ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്ര വിഭാഗം ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രമാണ്. പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ തുടങ്ങിയ ദാർശനികർ മനഃശാസ്ത്രത്തെ വ്യാഖ്യാനിച്ചത് ആത്മാവിൻ്റെ ശാസ്ത്രമായാണ്. പുതിയ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.